എക്സസൈസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അധികം ആൾക്കാർക്കും പേടിയാണ്. അധികം ആൾക്കാരും വിചാരിക്കുന്നത് എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഡംബൽ എടുത്ത് പൊന്തിക്കുന്നതും സ്പീഡിൽ ഓടുന്നതും ജിമ്മിൽ പോയി വെയിറ്റ് പൊന്തിക്കുന്നതൊക്കെയാണ്. പക്ഷേ ഇത് മാത്രമല്ല, എക്സസൈസ് നമുക്ക് എളുപ്പമാക്കാൻ സാധിക്കും. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോ ബ്രിട്ടീഷ് മെഡിക്കൽ ജേർണലിൽ റീസെൻ്റ്ലി പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡീനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. അതിൽ പറയുന്നത് വെറും 3 മിനിറ്റ് ഒരു ദിവസം എക്സസൈസ് ചെയ്താൽ പലതരത്തിലുള്ള ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുടെ റിസ്ക് നമുക്ക് 45% വരെ കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. ഇനി എക്സസൈസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള എക്സസൈസ് ആവണമെന്നുമില്ല. ഇത് ചിലപ്പോൾ സ്റ്റെപ്പ് കയറുന്നതാവാം. സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് സാധനങ്ങൾ കാട്ടിൽ വെച്ച് ഉന്തുന്നതിന് പകരം കയ്യിൽ പിടിച്ച് നടക്കുന്നതാവാം. ഒരു ദിവസം വെറും 3 മിനിറ്റ് നിങ്ങളുടെ കുട്ടികളുടെ പുറകെ ഓടുന്നതും ആവാം. ഇന്നത്തെ വീഡിയോ ഈ സ്റ്റഡീനെ കുറിച്ചാണ്. സോ വെൽക്കം ബാക്ക് ടു ഡോഫുഡി. നമുക്ക് തുടങ്ങാം. ഈ സ്റ്റഡി കൂടുതലും ബെനിഫിഷ്യൽ ആവുന്നത് സ്ത്രീകൾക്കാണ്. കാരണം പുരുഷന്മാർ അധിക പേരും എന്തെങ്കിലും രീതിയിലുള്ള ഫിസിക്കൽ എക്സസൈസ് അവർക്ക് കിട്ടാറുണ്ട്. പക്ഷെ സ്ത്രീകളുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ഫോർമലായിട്ടുള്ള എക്സസൈസ് അധിക സ്ത്രീകൾക്കും കിട്ടാറില്ല, ചെയ്യാൻ പറ്റാറില്ല. ഈ സ്റ്റഡിയുടെ റിസൾട്ട്സ് കൂടുതലും സ്ത്രീകളെയാണ് മോട്ടിവേറ്റ് ചെയ്യാൻ പോകുന്നത്. എക്സസൈസ് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ വിചാരിക്കുന്ന തരത്തിലുള്ള ഫിസിക്കൽ മൂവ്മെൻറ്റ്സിനേക്കാളും അധിക സ്ത്രീകളും അവരുടെ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന പലതരത്തിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസും, അത് സ്റ്റെപ്പ് കയറുന്നതാവാം, സ്റ്റെപ്പ് ഇറങ്ങുന്നതാവാം, കുറച്ച് സ്പീഡിൽ നടക്കുന്നതാവാം, ബസ്സിൻ്റെ പുറകെ ഓടുന്നതാവാം, കുട്ടികളുടെ കൂടെ കളിക്കുന്നതാവാം, സാധനങ്ങൾ കയ്യിലെടുത്തിട്ട് കുറച്ച് ദൂരം നടക്കുന്നതാവാം. ഇത്തരത്തിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്താൽ തന്നെ ഹാർട്ട് അറ്റാക്ക്, ഹാർട്ട് ഫെയിലിയർ, സ്ട്രോക്ക് പോലത്തെ കാർഡിയോ വാസ്കുലർ ഡിസീസസ് വരുന്നതിൻ്റെ റിസ്ക് 45% കുറയ്ക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇതൊരു ചെറിയ നമ്പർ അല്ല. ബ്രിട്ടീഷ് മെഡിക്കൽ ജേർണലിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഈ സ്റ്റഡിയിൽ പറയുന്നത് ഫോർമൽ ആയിട്ടുള്ള എക്സസൈസ് ചെയ്തിട്ടില്ലെങ്കിലും, ജിമ്മിൽ പോയി എക്സസൈസ് ചെയ്തിട്ടില്ലെങ്കിലും, നിങ്ങൾ എല്ലാ ദിവസവും കൺസിസ്റ്റൻ്റായി നടക്കാൻ പോയിട്ടില്ലെങ്കിലും ഒരു ദിവസം മിനിമം 3 മിനിറ്റ് ഇത്തരത്തിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്താൽ തന്നെ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരുന്നതിൻ്റെ റിസ്ക് സിഗ്നിഫിക്കൻ്റ്ലി കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. പുരുഷന്മാർക്ക് ഇതിനെക്കൊണ്ട് ബെനിഫിറ്റ് ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷേ പുരുഷന്മാരെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സ്ത്രീകൾക്കാണ് മാക്സിമം ബെനിഫിറ്റ് ഈ സ്റ്റഡിയിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഈ സ്റ്റഡി കണ്ടക്ട് ചെയ്തിട്ടുള്ളത് UK-ലായിരുന്നു. മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള 81,000 പേരാണ് ഈ സ്റ്റഡിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ഇവരെ സ്റ്റഡി ചെയ്തത് ഏകദേശം 2 വർഷമാണ്. 2013 മുതൽ 2015 വരെ ഇവർ അധിക ദിവസം ഒരു ആക്ടിവിറ്റി ട്രാക്കർ ഇവരുടെ ബോഡിയിൽ വെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റഡിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തവരിൽ 22,300ഓളം പേര് ഒരു തരത്തിലുള്ള ഫിസിക്കൽ എക്സസൈസ് ചെയ്യാത്തവരും, ഇല്ലെങ്കിൽ കൂടിപ്പോയാൽ ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നടക്കാൻ പോകുന്നവർ മാത്രമായിരുന്നു. ഇവരെയാണ് ഈ സ്റ്റഡിയിൽ എക്സസൈസ് ഇല്ലാത്ത ഗ്രൂപ്പായിട്ട് മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ എക്സസൈസ് ഇല്ലാത്ത ഗ്രൂപ്പിൽ 13,000 പേരും സ്ത്രീകളായിരുന്നു. ബാക്കി 9,300 മാത്രമേ പുരുഷന്മാരുണ്ടായിരുന്നുള്ളൂ. ഇനി സ്റ്റഡിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തവർ എത്ര എക്സസൈസ് ചെയ്തിരുന്നു എന്നുള്ളത് നോക്കിയത് 2015 നിർത്തിയെങ്കിലും അതിനുശേഷം 2022 വരെ ഇതേ സ്റ്റഡിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തവർക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളതും സ്റ്റഡിയിൽ കണ്ടുപിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ ഒരു 7 വർഷ സമയത്തിനുള്ളിൽ എത്ര പേർക്കാണ് ഹോസ്പിറ്റൽ അഡ്മിഷൻ ആവശ്യമുണ്ടായിരുന്നത്, എത്ര പേർക്കാണ് ഹൃദയാഘാതം വന്നിട്ടുള്ളത്, എത്ര പേർക്കാണ് സ്ട്രോക്ക് ഉണ്ടായിട്ടുള്ളത്, എത്ര പേർക്കാണ് ഹാർട്ട് ഫെയിലിയർ പോലത്തെ അസുഖം ഡയഗ്നോസ് ചെയ്തത്, ഇതെല്ലാം ഇവർ ട്രാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സമയം കൊണ്ട് ഇവർ കണ്ടുപിടിച്ചത് 331 സ്ത്രീകളും 488 പുരുഷന്മാർക്കാണ് ഒന്നുകിൽ ഹാർട്ട് അറ്റാക്ക് വന്നത്, അല്ലെങ്കിൽ സ്ട്രോക്ക്, അല്ലെങ്കിൽ ഹാർട്ട് ഫെയിലിയർ പോലത്തെ അസുഖം ഉണ്ടായതും ഇത്തരത്തിലുള്ള അസുഖങ്ങൾ കാരണം മരണപ്പെട്ടത്. ഇനി സ്റ്റഡീൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫൈൻഡിങ്ങിലേക്ക് വരാം. ഇവിടെയാണ് പുരുഷന്മാരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സ്ത്രീകൾക്ക് മാക്സിമം ബെനിഫിറ്റ് പറയുന്നത്. ഒരു തരത്തിലുള്ള ഫോർമൽ എക്സസൈസ് ഇല്ലെങ്കിൽ പോലും വെറും ഒരു ദിവസം 3.4 മിനിറ്റ് ഇൻറ്റൻസിറ്റി കൂടുതലുള്ള തരത്തിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്തവർക്ക്, അത് ഞാൻ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള എക്സാമ്പിൾസ് ആവാം. അങ്ങനെയുള്ള സ്ത്രീകൾക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരുന്നതിൻ്റെ റിസ്ക് 45% കുറവായിരുന്നു. ഈ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ ഹാർട്ട് അറ്റാക്ക് ഉൾപ്പെടുന്നുണ്ട്, സ്ട്രോക്ക് ഉൾപ്പെടുന്നുണ്ട്, ഹാർട്ട് ഫെയിലിയറും ഉൾപ്പെടുന്നുണ്ട്. ഇതുവരെ കമ്പയർ ചെയ്തത് ഒരു തരത്തിലുള്ള ഫിസിക്കൽ എക്സസൈസും യാതൊരു തരത്തിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റിയും ചെയ്യാത്ത സ്ത്രീകളെ വെച്ചിട്ട് കമ്പയർ ചെയ്തപ്പോഴായിരുന്നു. അപ്പോൾ സ്ത്രീകൾക്ക് ഫിസിക്കൽ എക്സസൈസ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് ആവാം. നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു കുന്നുണ്ടെങ്കിൽ അത് കുറച്ച് സ്പീഡിൽ കയറാൻ ശ്രമിക്കുന്നതും ഒരു തരത്തിലുള്ള ഹൈ ഇൻറ്റൻസിറ്റി ഫിസിക്കൽ എക്സസൈസ് തന്നെയാണ്. ഒരു ദിവസം കുറച്ച് സ്പീഡിൽ 3 മിനിറ്റെങ്കിലും നടക്കാൻ ശ്രമിക്കുന്നതും ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വരുന്നതിൽ നിന്നും നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി ഓവർ വെയിറ്റ് ആണ്, നിങ്ങളുടെ എയിം എന്ന് പറയുന്നത് വെയിറ്റ് കുറയ്ക്കാനാണെന്നുണ്ടെങ്കിൽ ഇത്ര കുറഞ്ഞ എക്സസൈസ് ചെയ്താൽ മതിയാവില്ല, 3 മിനിറ്റ് മതിയാവില്ല. പക്ഷേ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാതിരിക്കാനാണ് നിങ്ങളുടെ എയിമെങ്കിൽ
ഇത് ധാരാളം മതി എന്നാണ് ഈ സ്റ്റഡിയിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഹാർട്ട് ഫെയിലിയറിൻ്റെ റിസ്ക് വെറും 3 മിനിറ്റെങ്കിലും ഇത്തരത്തിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്തവർക്ക് 67% കുറവായിരുന്നു. ഇനി ഹാർട്ട് അറ്റാക്കിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റിയും ഇല്ലാത്ത സ്ത്രീകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 51% ഇവർക്ക് ഹാർട്ട് അറ്റാക്കിൻ്റെ റിസ്ക് കുറയുന്നതായിട്ടും ഇതേ സ്റ്റഡിയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി 3 മിനിറ്റ് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നതും കൂടുതലാണെന്ന് വിചാരിക്കുന്നവർക്ക് ഒരു നല്ല ന്യൂസും കൂടി പറയാനുണ്ട്. വെറും 1.2 മിനിറ്റ് മുതൽ 1.6 മിനിറ്റ് വരെ, അതായത് വെറും 90 സെക്കൻഡ് ഒരു ദിവസം എക്സസൈസ് ചെയ്യുന്നവർക്ക് തന്നെ ഹാർട്ട് അറ്റാക്കിൻ്റെ റിസ്ക് 33% കുറയ്ക്കാനും ഹാർട്ട് ഫെയിലിയറിൻ്റെ റിസ്ക് 40% കുറയ്ക്കാനും സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഈ സ്റ്റഡിയിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഇനി പുരുഷന്മാരുടെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് ബെനിഫിറ്റ് ഇല്ല എന്നല്ല, സ്ത്രീകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പുരുഷന്മാരുടെ ബെനിഫിറ്റ് കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. ഒരു ദിവസം യാതൊരു തരത്തിലുള്ള ഫോർമൽ എക്സസൈസും ചെയ്യാത്ത പുരുഷന്മാർ ഹാർട്ട് ബീറ്റ് കൂടുന്ന രീതിയിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി ഒരു ദിവസം 5.6 മിനിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും ഹാർട്ട് ഫെയിലിയറൊക്കെ വരുന്നതിൻ്റെ റിസ്ക് 16% കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഹാർട്ടിൻ്റെ കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ റെക്കമെൻഡേഷൻസിൽ പറയുന്ന എക്സസൈസിൻ്റെ സമയം എന്ന് പറയുന്നത് 3-5 മിനിറ്റും അല്ല, ഒരാഴ്ചയിൽ 150 മിനിറ്റാണ്. അത് ഓരോ ദിവസം 30 മിനിറ്റ് വീതം 5 ദിവസം ചെയ്തിട്ടോ അല്ലെങ്കിൽ 50 മിനിറ്റ് ഒരു ദിവസം 3 ദിവസം ചെയ്തിട്ടോ എങ്ങനെ വേണമെങ്കിലും 150 മിനിറ്റ് എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്യാരൻറ്റീഡായി ഹാർട്ടിൻ്റെ മാത്രമല്ല ബോഡീൻ്റെ ഓവറോൾ ഫിറ്റ്നസ് ലെവലും കൂട്ടാൻ സാധിക്കും. പക്ഷേ ഈ പറയുന്ന 150 മിനിറ്റ് എന്ന് പറയുന്നത് മോഡറേറ്റ് ഫിസിക്കൽ എക്സസൈസ് ആണ്. അതായത് ഹാർട്ട് ബീറ്റ് 120-140 വരെയെങ്കിലും കൂടണം. ഇത് 20 മുതൽ 50 വയസ്സ് വരെയുള്ള ആൾക്കാരുടെ ഹാർട്ട് ബീറ്റിൻ്റെ കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇത്തരത്തിലുള്ള എക്സസൈസും നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാം. ഡാൻസിങ് ആവാം, സ്വിമ്മിങ് ആവാം, സൈക്ലിംഗ് ആവാം. ഈ 150 മിനിറ്റ് മോഡറേറ്റ് ഫിസിക്കൽ എക്സസൈസിന് കൂടെ റെസിസ്റ്റൻസ് ട്രെയിനിങ്ങും ചെയ്യേണ്ടതാണ്. മസിൽ ലോസ് പ്രിവെൻറ്റ് ചെയ്യാനും മസിൽ ബിൽഡ് ചെയ്യാനും ഇങ്ങനെ 2 രീതിയിലുള്ള എക്സസൈസാണ് അധിക ഹെൽത്ത് ഓർഗനൈസേഷൻസും റെക്കമെൻഡ് ചെയ്യുന്നത്. പക്ഷേ ഇത്രയൊന്നും എക്സസൈസ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഒരു ദിവസം വെറും 2-3 മിനിറ്റ് നിങ്ങളുടെ ബോഡി മൂവ് ചെയ്യിപ്പിച്ചാൽ, ഹാർട്ട് ബീറ്റ് ചെറുതായിട്ടൊന്ന് കൂട്ടിയാൽ അത് ധാരാളം മതിയാവുന്നതാണ് പുതിയ സ്റ്റഡിയിൽ പറയുന്നത്. അതായത് യാതൊരു തരത്തിലുള്ള എക്സസൈസും ഇല്ലാത്തതിനേക്കാളും എത്രയോ നല്ലതാണ് എന്തെങ്കിലും തരത്തിലുള്ള ഏറ്റവും കുറഞ്ഞ ലെവലിലുള്ള തരത്തിലുള്ള ഫിസിക്കൽ എക്സസൈസ് എന്ന് പറയുന്നത്. എക്സസൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബോഡി മൂവ് ചെയ്യിപ്പിക്കുന്നതാണ്. അത് ഏത് രീതിയിൽ വേണമെന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. തീരെ നിൽക്കാനും നടക്കാനും പറ്റാത്തവർക്ക് വരെ ഒരു സ്ഥലത്ത് ഇരുന്നുകൊണ്ട് സോളിയസ് പുഷപ്സ് ചെയ്യാൻ സാധിക്കും. ഇതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എക്സസൈസ് കേൾക്കുമ്പോൾ ഇനി പേടിക്കരുത്, മടി കാണിക്കരുത്. നിങ്ങൾക്ക് കൂടുതൽ കാലം ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊന്നും വരാതെ ജീവിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ദിവസം 3 മിനിറ്റെങ്കിലും നിങ്ങളുടെ ബോഡി മൂവ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക. അതിന് ജിമ്മിൽ പോകണമെന്ന് യാതൊരു നിർബന്ധമില്ല. എക്സസൈസിനെ കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് പലതരത്തിലുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റിൽ കാണാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.